നമസ്കാരം. ദൃശ്യവാർത്തകളിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരും. മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും മലയോര മേഖലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മഴയ്ക്കൊപ്പം മണിക്കൂറിൽ പരമാവധി 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. കടലിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കുണ്ട്. കണ്ണൂർ, കാസർഗോഡ്, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. കടുത്തുരുത്തി പുഴിക്കോൽ സെന്റ് മർത്താസ് LP-UP സ്കൂളിന് സമീപമുള്ള റോഡിൽ പുരയിടത്തിൽ നിൽക്കുന്ന 50 അടിയോളം പൊക്കമുള്ള ആഞ്ഞിലിമരം അപകട ഭീഷണി സൃഷ്ടിക്കുന്നു. വലിയ ആഞ്ഞിലിമരം ഇടിവെട്ടി ഉണങ്ങി ഏത് നിമിഷവും താഴെ വീഴാവുന്ന രീതിയിലാണെന്ന് ചൂണ്ടിക്കാട്ടി ടോമി ചെമ്പനിയിൽ മുളക്കുളം പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും വെട്ടിമാറ്റാൻ തയ്യാറാകുന്നില്ല എന്നാണ് ആരോപണം. ഉടമ സ്ഥലത്തില്ലാത്തതിനാൽ വെട്ടിമാറ്റിയാൽ പഞ്ചായത്ത് സെക്രട്ടറി സമാധാനം പറയേണ്ടി വരുമെന്നാണ് മറുപടിയെന്നും അയൽവാസികൾ പറയുന്നു. അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ ഉടമസ്ഥർ തന്നെ വെട്ടിമാറ്റാനും അല്ലാത്തപക്ഷമുണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് സ്ഥലം ഉടമയിൽ നിന്ന് നഷ്ടപരിഹാരം പഞ്ചായത്ത് വാങ്ങണമെന്ന് സർക്കാർ നിർദ്ദേശം കൊടുത്തിട്ടും വെട്ടിമാറ്റാൻ എന്താണ് ഇവർക്ക് മടിയെന്നും സമീപവാസികൾ ചോദിക്കുന്നു. സ്കൂൾ കുട്ടികളടക്കം നിരവധി യാത്രക്കാരാണ് ഇതുവഴി കടന്നുപോകുന്നത്. ഇവിടെ അപകടകരമായിട്ടൊരു ആഞ്ഞിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 90-95 ഇഞ്ച് വണ്ണമുള്ളൊരു ആഞ്ഞിലി, അത് ഇടിവെട്ടാൻ തോന്നുന്നു ഉണങ്ങി നിൽക്കുകയാണ്. ഞാൻ പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തു. അതിൻ്റെ വസ്തുവിൻ്റെ ഉടയക്കാരൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പഞ്ചായത്തുകാർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ടാണ് അവർ, അതിനുള്ള അവകാശം ഇല്ലെന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഇതിനോട് ചേർന്നാണ് ഈ ലൈൻ കമ്പി പോകും. ഈ 3-3:45 ആകുമ്പം പാലും വണ്ടി വരുമ്പോഴത്തേന് പിന്നെ LP സ്കൂൾ, UP സ്കൂൾ, ഈ സ്കൂളിലേക്കുള്ള കുട്ടികളും ഈ റൂട്ടിലൂടെ പോകുന്നു. അതിനേക്കാളും അത് 2 വീട് തൊട്ട് അപ്പുറം ഇപ്പുറമുണ്ട്. ആ വീടുകൾക്കും ഇത് അപകട ഭീഷണി. അതുകൊണ്ട് എന്തെങ്കിലും ഒരു നടപടി, ഇത് വെട്ടിമാറ്റുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതായത് പല പ്രാവശ്യം ജി നമ്മുടെ അടുത്ത് ചെന്നപ്പം സെക്രട്ടറി വിളിച്ചുകൊണ്ട് വന്ന മരം വെട്ടാൻ വേണ്ടി ആളെ വിളിച്ചുകൊണ്ട് വന്നോളാൻ പറഞ്ഞു. അതിന് ഒരു ഉടമ്പടി പറഞ്ഞു നിർത്തുക, പഠിക്കുക ഞങ്ങൾ കൊടുത്തോളാമെന്നും പറഞ്ഞു. അത് കഴിഞ്ഞ് ഇതുവരെ ഒന്നും ആൾ വന്നുമില്ല, ഒന്നും നടക്കണമില്ല. അതേ ഉള്ളൂ. ദൃശ്യ ന്യൂസ്, വൈക്കം. ശക്തമായ മഴയിലും കാറ്റിലും മൂവാറ്റുപുഴ അടൂപറമ്പിൽ മരം വീണ് വീട് തകർന്നു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ആവോലി പഞ്ചായത്ത് 4-ാം വാർഡിൽ കമ്പനിപ്പടിയിൽ കോരപ്പിള്ളിൽ ഉമ്മർ വാടകയ്ക്ക് നൽകിയിരിക്കുന്ന വീടിൻ്റെ മുകളിലേക്കാണ് 2 തേക്കും 1 തെങ്ങും കടപുഴകി വീണത്. മരം വീണതിനെ തുടർന്ന് വീടിൻ്റെ 2 മുറിയും അടുക്കളയും തകർന്നു. അപകട സമയം വാടകക്കാരായ സുനിലിൻ്റെ 2 മക്കൾ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. മരം വീഴുന്നത് കണ്ട് ഇവർ ഓടി മാറിയതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. സുനിലും കുടുംബവും തകർന്ന വീടിൻ്റെ 1 മുറിയിലാണ് ഇപ്പോഴും താമസിക്കുന്നത്. മരം വീണതിനെ തുടർന്ന് ആവോലി പഞ്ചായത്തിലും മൂവാറ്റുപുഴ വില്ലേജിലും പരാതി നൽകിയിരിക്കുകയാണ് ഉമ്മർ. ഇന്നലെ ഉണ്ടായ കാറ്റിലും മഴയിലും സംഭവിച്ചതാണിതെല്ലാം. കാറ്റത്ത് മരം വീണ്, തേക്ക് വീണ് ഈ വീട് മൊത്തം തകരുകയും ഞങ്ങളുടെ സാധനങ്ങളെല്ലാം നഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഉച്ചയ്ക്കുണ്ടായ നല്ല ശക്തമായ കാറ്റിലാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ പിള്ളേർ 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ 2 പേരും പണിക്ക് പോയതാണ്. മക്കൾ 2 പേരും ഉണ്ടായിരുന്നുള്ളൂ. അവർ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തതിനകത്ത്. നഷ്ടപ്പെട്ട് ഫ്രിഡ്ജ് നനഞ്ഞു പോയിട്ടുണ്ട്, TV നശിച്ചിട്ടുണ്ട്, പിന്നെ ഇവിടെ കട്ടില്, ബെഡ് എല്ലാം നശിച്ചു പോവുകയാണ് ഉണ്ടായത്. ആരോഗ്യ കർക്കടക ദിനത്തോടനുബന്ധിച്ച് കുടുംബശ്രീ ജില്ലാ മിഷൻ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിലാഷ് K. ദിവാകർ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ പ്രകാശ് B. നായർ സ്വാഗതം പറഞ്ഞു. കർക്കടകത്തിൻ്റെ പ്രാധാന്യം, ആരോഗ്യ സംരക്ഷണം, മഴക്കാല രോഗങ്ങൾ, രോഗപ്രതിരോധം തുടങ്ങിയ വിഷയങ്ങളിൽ ഡോക്ടർ ലക്ഷ്മി വർമ്മ, ആയുഷ് ഗ്രാമം പ്രോജക്റ്റ് സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ, ദേശീയ ആയുഷ് മിഷൻ ക്ലാസ് എടുത്തു. വീടുകളിൽ സന്ദർശിച്ച് ജീവിതശൈലി രോഗനിർണയം നടത്തുന്ന സാന്ത്വനം ആരോഗ്യ പ്രവർത്തകർക്കുള്ള മെഡിക്കൽ കിറ്റ് വിതരണം, രോഗികളും വയോജനങ്ങളും എന്നിവരെ പരിചരിക്കുന്ന K4 കെയർ പ്രവർത്തകർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം എന്നിവയും നടന്നു. കമ്മ്യൂണിറ്റി കൗൺസിലേഴ്സ്, ബ്ലോക്ക് കോർഡിനേറ്റേഴ്സ്, സാന്ത്വനം പ്രവർത്തകർ,
K4 കെയർ പ്രവർത്തകർ, ജില്ലാ മിഷൻ സ്റ്റാഫുകൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PR അനുപമ ആശംസകൾ അറിയിച്ചു. ജെൻഡർ DPM ഉഷാദേവി ES നന്ദി പറഞ്ഞു. ഇടത് സർക്കാർ നയങ്ങൾ പൊതുവിദ്യാഭ്യാസത്തെ തകർക്കുന്നുവെന്ന് തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K. ദീപക്. KPSTA ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇടുക്കി വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസിന് മുൻപിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുഴുവൻ അധ്യാപകർക്കും നിയമനാംഗീകാരം നൽകുക, നിഷേധിച്ച ആനുകൂല്യങ്ങളും ശമ്പള പരിഷ്കരണവും ഉടൻ ലഭ്യമാക്കുക, പങ്കാളിത്ത പെൻഷൻ ഒഴിവാക്കി സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക, അശാസ്ത്രീയമായ സമയമാറ്റം പിൻവലിക്കുക, ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പിൻവലിക്കുക, എല്ലാ വിദ്യാലയങ്ങളിലും കായിക അധ്യാപകരെ നിയമിക്കുക, ദിവസ വേതനക്കാരുടെ വേതനം തടയുന്ന സർക്കാരിൻ്റെ വിവാദ സർക്കുലർ പിൻവലിക്കുക, സർവീസിലുള്ള മുഴുവൻ അധ്യാപകരെയും കേട്ടറ്റ് യോഗ്യതയിൽ നിന്ന് ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ധർണ. ആ സമരങ്ങളിലെല്ലാം പങ്കെടുക്കുന്നത് മറ്റ് ഇതര വിഭാഗത്തിൽപ്പെട്ട ജീവനക്കാരായിരിക്കും ഏറ്റവും അധികം സമരരംഗത്ത് വരുന്നത്. നിരവധിയായ ആവശ്യങ്ങളും അതുപോലെ അവരുടെ നിർദ്ദേശങ്ങളും ഒക്കെ നൽകി പലപ്പോഴും അധികം സമരരംഗത്തേക്ക് വരാതെ അവരുടെ കർമ്മമണ്ഡലമായ ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിനും അല്ലെങ്കിൽ ആ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ആ ഒരു ചിന്തയും ഒക്കെ മുൻനിർത്തി കൂടുതൽ സമരത്തിൽ പങ്കെടുക്കാതെ ഒരു മാതൃകയായി നിലകൊള്ളുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ അധ്യാപകർ. പക്ഷെ അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്കറിയാം ഏറ്റവും അധികം അവതരിക്കപ്പെടുന്നതും നമ്മുടെ ഈ അധ്യാപക വിഭാഗമാണ് എന്ന സത്യം നമുക്ക് വിസ്മരിക്കാൻ സാധിക്കുകയില്ല. കാരണം നമുക്കറിയാം കഴിഞ്ഞ UDF-ന്റെ ഭരണകാലത്ത് കേരളത്തിലെമ്പാടും സമര കോലാഹലങ്ങൾ നടത്തിക്കൊണ്ട് NGO യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള സമരങ്ങൾ ഞാനും നിങ്ങളും ഒക്കെ കണ്ടിട്ടുള്ളതാണ്. അന്ന് അവരുന്നയിക്കുന്ന ആവശ്യങ്ങൾ എന്തായിരുന്നു? ജീവനക്കാരുടെ ന്യായമായ ആവശ്യങ്ങളോ അല്ലെങ്കിൽ അവർക്ക് നേടിയെടുക്കേണ്ട ആനുകൂല്യങ്ങളെ കുറിച്ച് സമരം ചെയ്യുന്നതിന് പകരം ഒരു സർക്കാരിനെതിരെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഒരു ഭാഗമായി മാത്രം എന്തുകൊണ്ട് ഇവിടെ സമരം നടത്തുന്ന ഒരു സംഘടനയാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. ജില്ലാ പ്രസിഡന്റ് ജോബിൻ കളത്തിക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി PM നാസർ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ ബിജോയ് മാത്യു, ജോർജ് ജേക്കബ്, VK ആറ്റ്ലി, ജില്ലാ സെക്രട്ടറി സുനിൽ T. തോമസ്, ജില്ലാ ട്രഷറർ ഷിൻഡോ ജോർജ്, ഭാരവാഹികളായ സജി മാത്യു, MV ജോർജ് കുട്ടി, സിനി ട്രീസ, രാജിമോൻ ഗോവിന്ദ്, CBK ജോർജ്, ദീപു ജോസ്, രതീഷ് VR, ലിജോമോൻ ജോർജ്, ബിജു ഐസക്, ജോസഫ് മാത്യു, രാജേഷ് ചൊവ്വര, റെജി ജോർജ് എന്നിവർ സംസാരിച്ചു. ദൃശ്യന്യൂസ് തൊടുപുഴ. തിരുമാറാടി മണ്ണത്തൂരിൽ നവീകരിച്ച ചിത്രകൂടാരം ആർട്ട് ഗാലറിയുടെയും ചിത്രകലാ ക്യാമ്പിൻ്റെയും ഉദ്ഘാടനം തിരുമാറാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്ധിമോൾ പ്രകാശ് നിർവഹിച്ചു. ഓയിൽ പെയിന്റിംഗ്, വാട്ടർ കളർ പെയിന്റിംഗ്, അക്രിലിക് പെയിന്റിംഗ്, മ്യൂറൽ പെയിന്റിംഗ് എന്നിവയിൽ ക്ലാസുകളും കളിമൺ ശില്പശാലയും ഉണ്ടായി. ആർട്ടിസ്റ്റ് ബേബി മണ്ണത്തൂരിൻ്റെ നേതൃത്വത്തിലാണ് ചിത്രകൂടാരം പ്രവർത്തിക്കുന്നത്. മണ്ണത്തൂർ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് തമ്പി ജോസഫ് അധ്യക്ഷത വഹിച്ചു. CMAT റിസോഴ്സ് പേഴ്സൺ NC വിജയകുമാർ മുഖ്യാതിഥിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അനിത ബേബി, സാജു ജോൺ, ആർട്ടിസ്റ്റ് സാജു മണ്ണത്തൂർ, ഉഷാകുമാരി, NN ഗോപി, സംക്രമണം, തോമസ് രാമപുരം തുടങ്ങിയവർ പങ്കെടുത്തു. ഒപ്പം തന്നെ ഇവിടെ കേരളത്തിലെ പ്രശസ്തരായ പട്ടണ ചിത്രകാരന്മാരുടെ ഒരു ചിത്രരചനയാണ്. അതും ജലഛായ ചിത്രരചന
അക്ലിങ്ങിലെ പോയികളിൽ നമുക്ക് ചിത്രപരിചയം നമുക്ക് മാറ്റി മാറ്റി വരിക. പക്ഷേ ജലജാ ചിത്രരചന എന്നുള്ളത് ഹാപ്പി ആക്സിഡന്റ് ആണ്. ശ്രദ്ധാപൂർവ രീതിയിൽ നമ്മൾ തുടങ്ങുന്ന ആ പ്രവൃത്തി ആ സൃഷ്ടി നഷ്ടപ്പെട്ടു പോവുകയും പിന്നീട് ചിത്രകാരന്റെ മനസ്സിൽ വേദനകളാകുന്നു. അതുകൊണ്ട് തന്നെ വളരെയേറെ സങ്കീർണമായ ഒരു പറയാറുണ്ട്. വണ്ണത്തൂരാണ് നമ്മുടെ പഞ്ചായത്തിലെ കലാകാരന്മാരുടെ ഒരു കേന്ദ്രമെന്ന് നമ്മളെപ്പോഴും വിശേഷിപ്പിക്കുന്നത്. ഏതൊരു മേഖലയിൽ അവരുടേതായ വ്യക്തിത്വം ഒരുപാട് ആളുകൾ നമ്മുടെ വണ്ണത്തൂരുണ്ട്. ഞാൻ ആദ്യമായി രവിചന്ദ്രനെ കുറിച്ച് കേൾക്കുന്നത് അല്ലെങ്കിൽ അറിയുന്നത് പള്ളിപ്പുറത്തുള്ള മോളിച്ചേട്ടനെ ഇഷ്ടം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വിശുദേവന്റെ വളരെ മനോഹരമായൊരു ചിത്രം അവിടെ ഉണ്ട്. ഞാനിങ്ങനെ ചോദിച്ചു കാര്യം ചെയ്തതാണെന്ന് ചോദിച്ചു. 5 വർഷം മുമ്പാണ് വണ്ണത്തൂരുള്ള ചേച്ചി വണ്ണത്തൂർ എന്ന ആളാണ് ചെയ്തത്. അതിനുശേഷമാണ് 2023 നമ്മൾ അസോസിയേഷൻ ഹാളിൽ എങ്ങനെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അതിനൊക്കെ ഉണ്ടായിരുന്നു. 2 വർഷങ്ങൾക്ക് മുമ്പ് ഉദ്ഘാടനം ചെയ്തതിന് ശേഷം അംഗീകരിച്ചാക്കിയാൽ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഇവിടെ സംബന്ധിച്ചിടത്തോളം നേരത്തെ വക്കീലാവാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അനുസരിച്ച് പരിചരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രം കേന്ദ്രീകരിക്കാതെ കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഇവിടെ പല വിദ്യാർത്ഥികൾക്കിടയിൽ അല്ലെങ്കിൽ പല ഓരോരുത്തരും അവർ നോക്കിക്കാണുന്ന കലാവാസനകളുണ്ടാവും. പക്ഷെ അതൊക്കെ പരിപോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം പലപ്പോഴും നമുക്കുണ്ടാവാറില്ല. ചേട്ടനോട് ചോദിച്ച് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് ഫ്രീ ആയിട്ടാണ് ക്ലാസ് എടുത്തത്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഒരു കഴിവ് മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കുന്നതിന് അദ്ദേഹം സന്നദ്ധനാണെന്ന് അറിയിച്ചു. അതിനൊരു മനസ്സിന് പ്രത്യേകമായി അഭിനന്ദനം അറിയിക്കുകയാണ്. വെളിപ്പെടുത്താൻ പല വഴികളാണ്. അത് വാക്കുകളിലൂടെയാകാം, ഭാഷണങ്ങളിലൂടെയൊക്കെ ആകാം. ഓരോ കുട്ടിക്കും തൻ്റെ ഹൃദയ ഭാഷ വെളിപ്പെടുത്തുന്നതിനുള്ള ഒരു തലം ഒരുക്കുന്നത് തീർച്ചയായിട്ടും വർണ്ണക്കുട്ടികളിലൂടെ തന്നെയാണ്. താൻ കാണുന്നതിനെ എത്രമാത്രം നിശ്ചയദാർഢ്യത്തോടുകൂടി തന്നിലേക്ക് ഉൾക്കൊള്ളാനും ആ ഉൾക്കൊണ്ടതിനെ മറ്റ് ആളുകൾക്ക് സമൂഹത്തിനെ പ്രയോജനപ്പെടുത്താനും എളുപ്പത്തിൽ കഴിയുന്ന വഴി ഏതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, അത് മര തന്നെയാണ്. ആ മര, ആ ചിത്രങ്ങള്, വർണ്ണക്കൂട്ടുകൾ കുട്ടികളുടെ മനസ്സിലുണ്ടാക്കുന്ന വലിയ ഒരു പ്രതിബിംബമുണ്ട്. ആ മനസ്സിലെ പ്രതിബിംബം എന്ന് പറയുന്നത് താൻ കണ്ടതിനെ, താൻ ഓർമ്മിച്ചതിനെ, തൻ്റെ അനുഭവങ്ങളെ, തനിക്ക് ലഭിച്ചതിനെയൊക്കെ വിരൽത്തുമ്പുകളിലെ ഭാവനകൾ കൊണ്ട്. എനിക്കറിയാം, ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ധാരാളം പ്രതിഭകളുടെ ഒരു നാടാണ് മണ്ണത്തൂർ. അവിടെ വരക്കൂട്ടുകൾ കൊണ്ട് നിറച്ചാർത്തുകൾ ചാർത്തുന്ന ആ മധുര രസാനുഭവത്തെ പുതിയ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കുമ്പോഴാണ് അവർ ഉത്തരവാദിത്തം നിർവഹിക്കുന്നവരായി മാറുന്നത്. അതുകൊണ്ടാണ് ഗ്രാമം സാജുവിനെയും ബേബിയെയും ഒക്കെ, അതുപോലെ തന്നെ ഈ വേദിയിലേക്ക്, ഈ കൂട്ടായ്മയിലേക്ക് എത്തിയിരിക്കുന്ന കലാകാരന്മാരെയൊക്കെ ചേർത്ത് വയ്ക്കുന്നത്. ആകാശത്ത് അപൂർവ പ്രതിഭാസം 2027 ഓഗസ്റ്റ് 2 അരങ്ങേറും. ഗ്രേറ്റ് നോർത്ത് ആഫ്രിക്കൻ എക്ലിപ്സ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ പൂർണ്ണ സൂര്യഗ്രഹണം ഏകദേശം 6 മിനിറ്റോളം നീണ്ടു നിൽക്കും. യൂറോപ്പ്, ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലൂടെ കടന്നുപോകുന്ന ഈ ഗ്രഹണപാത മൊറോക്കോ, ഈജിപ്ത്, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ പൂർണ്ണ ഇരുട്ട് പരത്തും. എന്നാൽ ഇന്ത്യക്ക് ഈ പൂർണ്ണഗ്രഹണം ദൃശ്യമാകില്ലെങ്കിലും ഭാഗിക സൂര്യഗ്രഹണത്തിന് സാക്ഷ്യം വഹിക്കാൻ നമുക്കും സാധിക്കും. പകലിനെ രാത്രിയാക്കി മാറ്റുന്ന ഒരു പൂർണ്ണ സൂര്യഗ്രഹണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് ലോകത്തെ നിമിഷങ്ങളോളം നിശ്ചലമാക്കുന്ന ആ ഒരവസ്ഥ. ഏതാനും മിനിറ്റുകൾ മാത്രം ദൈർഘ്യമുള്ള ഈ കാഴ്ചയിൽ ചന്ദ്രൻ സൂര്യനെ പൂർണ്ണമായി മറയ്ക്കുമ്പോൾ പക്ഷികൾ നിശബ്ദമാകുന്നു, വായു തണുക്കുന്നു, ആകാശം സന്ധ്യാസമയത്തേതുപോലെ ഇരുണ്ടുവരുന്നു. സൂര്യൻ്റെ പ്രകാശമുള്ള കൊറോണ ഒരു നേർത്ത പ്രകാശവലയം പോലെ കാണപ്പെടുന്നു. സാധാരണ നിലയിൽ അദൃശ്യമായ ബാഹ്യാന്തരീക്ഷം ഒരു പ്രകാശവലയമായി മാറുന്നു. ചന്ദ്രൻ ഭൂമിക്കും സൂര്യനുമിടയിൽ നേരിട്ട് കടന്നു പോകുമ്പോൾ അത് സൂര്യൻ്റെ ഉപരിതലത്തിൽ ഒരു നിഴൽ വീഴ്ത്തുന്നു. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യനെ ചന്ദ്രൻ പൂർണ്ണമായും മറച്ചതായി തോന്നുന്നു. ഈ ആകാശഗോളങ്ങളുടെ നൃത്തമാണ് പൂർണ്ണ സൂര്യഗ്രഹണത്തിലേക്ക് നയിക്കുന്നത്. 2027 ഓഗസ്റ്റ് 2
ലോകം അത്തരമൊരു അസാധാരണ സംഭവത്തിന് സാക്ഷ്യം വഹിക്കും. ഇത് ഒരു സാധാരണ ഗ്രഹണമല്ല. ഗ്രേറ്റ് നോർത്ത് ആഫ്രിക്കൻ എക്ലിപ്സ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഏകദേശം 6 മിനിറ്റോളം ഇത് നീണ്ടു നിൽക്കുമെന്നതിനാൽ ആധുനിക കാലത്തെ ഏറ്റവും ദൈർഘ്യമേറിയ സൂര്യഗ്രഹണങ്ങളിൽ ഒന്നായി ഇത് മാറും. ദശലക്ഷക്കണക്കിന് ആളുകൾ ചന്ദ്രൻ്റെ നിഴലിന് കീഴിലായിരിക്കും. പകൽ സമയത്ത് പൂർണ്ണ ഇരുട്ടനുഭവിക്കും. സമീപ വർഷങ്ങളിൽ ജ്യോതിശാസ്ത്രപരമായ സംഭവങ്ങളിൽ പൊതുജനങ്ങളുടെ ആകാംക്ഷ വർദ്ധിച്ചതോടെ ഓഗസ്റ്റ് 2, 2025 സൂര്യഗ്രഹണമുണ്ടോ എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിലും ആകാശ നിരീക്ഷകർക്കിടയിലും സജീവ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്. 2027 ഓഗസ്റ്റ് 2 നടക്കാനിരിക്കുന്ന വലിയ സൂര്യഗ്രഹണത്തിനായുള്ള ആഗോള താൽപ്പര്യം ഇതിന് പിന്നിലുണ്ട്. എന്നിരുന്നാലും 2025 സംബന്ധിച്ചിടത്തോളം ഓഗസ്റ്റ് 2 സൂര്യഗ്രഹണം ഉണ്ടാകില്ലെന്ന് ജ്യോതിശാസ്ത്രജ്ഞർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ആശയക്കുഴപ്പം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ജ്യോതിശാസ്ത്ര കലണ്ടറുകളിൽ നിന്നോ തെറ്റായി ലേബൽ ചെയ്ത ഓൺലൈൻ ഇൻഫോഗ്രാഫിക്സിൽ നിന്നോ അല്ലെങ്കിൽ വർഷം തെറ്റിപ്പോയ ചില തെറ്റിദ്ധരിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിന്നോ ആകാം. 2025 ഓഗസ്റ്റ് 2 ഭൂമിയിൽ നിന്ന് ദൃശ്യമാകുന്ന ഒരു സൂര്യഗ്രഹണവുമില്ലെന്ന് ബഹിരാകാശ ഏജൻസികൾ ഉൾപ്പെടെയുള്ള ജ്യോതിശാസ്ത്രജ്ഞർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ഗ്രഹണം യൂറോപ്പ്, ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലെ ചില ഭാഗങ്ങളിലൂടെ കടന്നുപോകും. ഏകദേശം 6 മിനിറ്റോളം പല നഗരങ്ങളെയും പൂർണ്ണ ഇരുട്ടിലാഴ്ത്തും. 2014 വരെ ഭൂമിയുടെ കരപ്രദേശത്തു നിന്നും ദൃശ്യമാകുന്ന ഏറ്റവും ദൈർഘ്യമേറിയ സൂര്യഗ്രഹണമായിരിക്കും ഇത്. നിർഭാഗ്യവശാൽ ഇന്ത്യ പൂർണ്ണ ഗ്രഹണത്തിൻ്റെ പാതയിൽ ഉൾപ്പെടുന്നില്ല. എന്നിരുന്നാലും ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത, തിരുവനന്തപുരം ഉൾപ്പെടെ ഇന്ത്യയിലെ മിക്ക നഗരങ്ങളിലും ഭാഗിക സൂര്യഗ്രഹണം ദൃശ്യമാകും. തെക്കൻ സ്പെയിനിലൂടെയും ജിബ്രാൾട്ടറിലൂടെയും കടന്നുപോകും. തുടർന്ന് വടക്കൻ ആഫ്രിക്കയിലേക്കും നീങ്ങും. മൊറോക്കോ, അൾജീരിയ, ടുണീഷ്യ, ലിബിയ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിലൂടെയും കടന്നുപോകും. അവിടെ നിന്ന് ചെങ്കടലിലൂടെ കടന്ന് സൗദി അറേബ്യ, യമൻ, സോമാലിയയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലേക്കും പ്രവേശിക്കും. ഈജിപ്തിലെ ലക്സറിൽ 6 മിനിറ്റിലധികം പൂർണ്ണ ഇരുട്ട് അനുഭവപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ദൃശ്യ ന്യൂസ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബില്ലടച്ചില്ല. കോട്ടയം MD സെമിനാരി സ്കൂളിലെ ഫ്യൂസ് ഊരി KSEB. ഒടുവിൽ MLA ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചു. ദിവസങ്ങൾ നീണ്ട പ്രതിസന്ധിക്കൊടുവിൽ കോട്ടയം MD സെമിനാരി HSSലെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLAയുടെ ഇടപെടലിലാണ് സ്കൂളിൽ വെളിച്ചം തിരികെ എത്തിയത്. 2014-19 വർഷങ്ങളിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് സ്ട്രോങ് റൂമായി ഉപയോഗിച്ചിരുന്നത് MD സ്കൂളായിരുന്നു. ആ സമയത്തെ വൈദ്യുതി ബില്ലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടയ്ക്കാതെ കുടിശ്ശികയായത്. 3,18,000 രൂപയായിരുന്നു കുടിശ്ശിക. ഇത് ഒറ്റത്തവണ തീർപ്പാക്കൽ വഴി 1.32 ലക്ഷമാക്കി കുറച്ചിരുന്നു. ഇത് അടയ്ക്കാതെ വന്നതോടെ കഴിഞ്ഞ ശനിയാഴ്ചയാണ് KSEB വൈദ്യുതി വിച്ഛേദിച്ചത്. ഇതുമൂലം സ്കൂൾ പ്രവർത്തനം നിലച്ച അവസ്ഥയിലായിരുന്നു. തുടർന്ന് വെള്ളിയാഴ്ച രാവിലെ MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേരിട്ട് സ്കൂളിലെത്തി വൈദ്യുതി മന്ത്രി, ജില്ലാ കളക്ടർ, KSEB ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ എന്നിവരെ വിളിച്ച് സംസാരിച്ചതിനെ തുടർന്ന് ഉടൻ സ്കൂളിലേക്കുള്ള ഫ്യൂസ് പുനഃസ്ഥാപിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനം അനുസരിച്ച് ഇവർക്ക് ഇത് കൊടുത്തിരുന്നു. അവിടെ തെരഞ്ഞെടുപ്പിൻ്റെ അത് പെട്ടി വെക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അവർ കൊടുത്തിരുന്നു. കമ്മീഷൻ്റെ റിക്വസ്റ്റ് വന്നു. റിക്വസ്റ്റിനോട് ഇവർ പോസിറ്റീവായി പ്രതികരിച്ചു. അതനുസരിച്ച് ഇവിടെ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്തു, എല്ലാം ചെയ്തു. 2019-ലും 2021-ലും 16-ലും 2019-ലും 2 കാലത്തുള്ള ഈ പാർലമെന്റ് ഇലക്ഷന് ഇവർ സ്ഥലം കൊടുത്തതാണ്. സ്ഥലം കൊടുത്ത് അവരെല്ലാം ഇതൊക്കെ ആക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അന്നത്തെ ഇലക്ട്രിസിറ്റി ബില്ല് ഇവർ കൊടുത്തില്ല. ഇലക്ഷൻ കമ്മീഷനാണ് കൊടുക്കേണ്ടത്, ഗവൺമെൻറ്റാണ് കൊടുക്കേണ്ടത്. അത് കൊടുക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താ, സ്കൂൾ വർക്ക് ചെയ്യാൻ നിവൃത്തിയില്ല. സ്കൂളിൽ കറണ്ട് എല്ലാം കട്ട് ചെയ്ത് കുട്ടികൾക്ക് ക്ലാസ്സുകൾ എടുക്കാൻ പറ്റുന്നില്ല, കുടിവെള്ളം കൊടുക്കാൻ പറ്റുന്നില്ല. വളരെ ഇതാണെങ്കിലോ റിസൾട്ടിൻ്റെ കാര്യത്തിൽ നമ്പർ 1 സ്കൂളുമാണ്. കളക്ടർക്ക് ഞാൻ വേറെ റിക്വസ്റ്റ് കൂടെ കൊടുക്കും. കൊടുത്തതിന് ശേഷം അവർക്ക് കറണ്ട് റീറ്റെയിൻ ചെയ്യാൻ പറ. ബാക്കിയുള്ള ഇലക്ഷൻ കമ്മീഷൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ ഗവൺമെൻറ് കൊടുക്കുക. അങ്ങനെയല്ല. ഫ്യൂസ് ഊരിയതോടുകൂടി കുട്ടികൾക്ക് വെള്ളം കുടിക്കാൻ നിവൃത്തിയില്ല, ക്ലാസ്സിലെടുക്കാൻ നിവൃത്തിയില്ല. എല്ലാ സൗകര്യങ്ങളും അതോടുകൂടി സ്വിച്ച് ഇട്ടതുപോലെ അങ്ങ് നിന്നുപോയി. അതിനാണ് ഞാനിപ്പോൾ ബഹുമാനപ്പെട്ട ഇലക്ട്രിസിറ്റി മിനിസ്റ്ററെ വിളിച്ചു, ജില്ലാ കളക്ടറെ വിളിച്ചു. മിനിസ്റ്റർ തന്നെ ഇവിടെ കളക്ടറോട് സംസാരിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതോടൊപ്പം ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം ഞാനുമായിട്ട് സംസാരിച്ചു.
ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ തീരുമാനമെടുത്തു. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ച ശേഷമാണ് MLA സ്കൂളിൽ നിന്നും മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുണ്ടക്കയം യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും മെഗാ കുടുംബ സമ്മേളനവും ജൂലൈ 29 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ CSI പാരിഷ് ഹാളിൽ അതിവിപുലമായ രീതിയിൽ നടക്കും. യൂണിറ്റ് പ്രസിഡന്റ് TS റഷീദിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന പൊതുയോഗം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോട്ടയം ജില്ലാ പ്രസിഡന്റ് MK തോമസ് കുട്ടി ഉദ്ഘാടനം ചെയ്യും. യോഗത്തിൽ ജനറൽ സെക്രട്ടറി PM നജീബ് വാർഷിക റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ സിനോൾ തോമസ് കണക്കവതരണവും നടത്തും. വനിതാ പ്രസിഡന്റ് റൂബി ജോൺ മാത്യു, യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് അഷ്റഫ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷം നടത്തുന്ന വിസ്മയം 2025 എന്ന കുടുംബസംഗമത്തിൽ മന്ത്രി VN വാസവൻ, ആന്റോ ആന്റണി MP, MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, കേരള വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര, മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് എന്നിവർ പങ്കെടുക്കും. പരിപാടിയുടെ നടത്തിപ്പിനായി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് V മനോജ് ജനറൽ കൺവീനറായി 51 അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു. പരിപാടിയിൽ സംഘടനയുടെ മുൻ പ്രസിഡന്റ് PS ബെഞ്ചമിൻ അനുസ്മരണാർത്ഥം സൗജന്യ ഡയാലിസിസ് കിറ്റ് വിതരണം, വ്യാപാരികളുടെ മക്കളിൽ ഉയർന്ന മാർക്ക് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് അവാർഡ് വിതരണവും വിവിധ കലാപരിപാടികളും നടക്കും. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുണ്ടക്കയം യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ വിസ്മയം 2025 എന്ന പേരിൽ ഒരു കുടുംബ സംഗമം ഈ വരുന്ന 29-ാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിക്ക് മുണ്ടക്കയം CSI പാരിഷ് ഹാളിൽ വെച്ച് നടത്തപ്പെടുകയാണ്. പ്രസ്തുത പരിപാടിയിൽ ബഹുമാനപ്പെട്ട മന്ത്രി വാസവൻ അവർ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതും MP, MLA, പഞ്ചായത്ത് പ്രസിഡന്റ്, വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾ, വ്യവസായ പ്രമുഖർ, വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന കലാമേഖലകളിലെ പ്രതിഭകൾ, അതുപോലെ തന്നെ നമ്മുടെ സാമൂഹിക രംഗത്തെ പ്രവർത്തകർ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ സദസ്സാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ മെഗാ ഇവൻറ്റിലേക്ക് മുണ്ടക്കയത്തെയും സമീപ പ്രദേശത്തെയും വ്യാപാരികളെ സ്വാഗതം ചെയ്യുകയാണ്. വിസ്മയം എന്ന ഈ കുടുംബമേള കഴിഞ്ഞ 15 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ കൂട്ടായ്മ നിർമ്മിക്കുന്നത്. എല്ലാ വ്യാപാരി വ്യവസായികളുടെയും കുടുംബാംഗങ്ങൾ ഒന്നിക്കുന്നത് ഈ കൂട്ടായ്മ അവർക്കെപ്പോഴും സന്തോഷവും ഉല്ലാസവും നൽകുന്ന ഒരു പരിപാടിയായിട്ടാണ് ഞങ്ങൾക്കിത് കാണാൻ സാധിക്കുന്നത്. അതിനുവേണ്ടിയാണിത് ഇങ്ങനെ പരിപാടി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇത് ഈ കഴിഞ്ഞ അടുത്ത ചൊവ്വാഴ്ച വൈകുന്നേരം 2 മണിക്ക് ആരംഭിക്കുന്ന പൊതുസമ്മേളന ശേഷം 4 മണിയോടുകൂടി മറ്റ് കലാപരിപാടികളുടെ തുടക്കം കുറിക്കുകയാണ്. അന്ന് പങ്കെടുക്കുന്ന വിശിഷ്ടാതിഥികൾ ബഹുമാനായ നമ്മുടെ മന്ത്രി VN വാസവൻ, അതുപോലെ തന്നെ MLA, MP, വ്യാപാരി വ്യവസായിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര തുടങ്ങി വിവിധ നേതാക്കന്മാരിൽ പങ്കെടുക്കുന്നു. അതോടൊപ്പം തന്നെ തുടർന്നുള്ള കലാപരിപാടികൾ കുട്ടികൾ സുമേഷ് അവതരിപ്പിക്കുന്ന മെഗാ മ്യൂസിക് ഷോയെ, അതുപോലെ മെൻ്റലിസം പ്രോഗ്രാം, വിവിധ തരത്തിലുള്ള ഡാൻസ് പ്രോഗ്രാം, അങ്ങനെ വിവിധ കലാപരിപാടികൾ ഇതിനകത്ത് സംഘടിപ്പിച്ചിട്ടുണ്ട്. കുടുംബമേള സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ കുടുംബ സദസ്സുകൾക്ക് നല്ലൊരു പ്രഭാഷണം നമ്മുടെ സുരേഷ് ബാബു, കണ്ണൂർ സുരേഷ് ബാബു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുടുംബ സദസ്സുകൾക്ക് ഏറെ പ്രയോജനകരമാകുന്ന ഒരു പ്രഭാഷണമാണ്. അതും ആ സമയത്ത് തന്നെ പരമാവധി കുടുംബാംഗങ്ങളെല്ലാം എത്തിച്ചേരാൻ ശ്രമിക്കണം, കാരണം അത് മിസ്സാക്കരുത്. പിന്നെ നമ്മുടെ വ്യാപാരികളുടെ മക്കൾ SLC, +2, മറ്റ് പ്രൊഫഷണൽ കോഴ്സുകൾ ഇതൊക്കെ പാസ്സായ കുട്ടികളെ നമ്മളവിടെ ആദരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മേഖലയിൽ നിന്നും IAS ലഭിച്ച 2 പേരെ നമ്മൾ ആദരിക്കുന്നുണ്ട്. പിന്നെ നമ്മളിൽ നിന്നും ഈ നാട്ടിലുള്ള ദരിദ്രരായ ആൾക്കാർക്ക് സൗജന്യ ഡയാലിസിസ് കിറ്റ് വിതരണം, അത്തരത്തിലുള്ള രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് കിറ്റ് വിതരണം നടത്തുന്നുണ്ട്. ഞങ്ങളെ അന്തരിച്ച മുൻ
യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ PS ബെഞ്ചമിൻ്റെ അനുസ്മരണാർത്ഥമാണ് ആ ഒരു ചാരിറ്റബിൾ പരിപാടി നമ്മൾ നടത്തുന്നത്. ലയൺസ് 318B യൂത്ത് എംപവർമെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി പാല മരിയ സദനത്തിൽ ബോധവൽക്കരണ ക്ലാസും ഹങ്കർ റിലീഫ് പ്രോജക്റ്റിൻ്റെ ഭാഗമായി സ്നേഹവിരുന്നും നടത്തി. പരിപാടിയുടെ ഉദ്ഘാടനം അരുവിത്തുറ ലയൺസ് ക്ലബ് പ്രസിഡന്റ് മനേഷ് ജോസ് കലറക്കലിൻ്റെ അധ്യക്ഷതയിൽ പാല MLA മാണി സി കാപ്പൻ നിർവഹിച്ചു. ലയൺസ് ജില്ലാ ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ CB മാത്യു പ്ലാത്തോട്ടം മുഖ്യപ്രഭാഷണം നടത്തി. മരി സദനം ഡയറക്ടർ സന്തോഷ് ജോസഫ്, ക്ലബ് ട്രഷറർ സ്റ്റാൻലി തട്ടാമ്പറമ്പിൽ, ലയൺ മെമ്പർ ബിജു PB തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അരീത്തുറ ലയൺസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ മരി സദനം ഡയറക്ടർ സന്തോഷ് ജോസഫിനെ ആദരിക്കുകയും ചെയ്തു. പ്രമുഖ സൈക്കോളജിസ്റ്റും മോട്ടിവേഷൻ സ്പീക്കറുമായ ഷാജിമോൻ മാത്യു ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നടത്തി. മരിയ സദനത്തിലെ 500ഓളം അന്തേവാസികളും ജീവനക്കാരും ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുത്തു. ഇവിടെ മാത്രമല്ല മറ്റു പ്രവൃത്തികളുണ്ടാവും. പക്ഷേ ഈ നിയോജകമണ്ഡലത്തിൽ ചെയ്തിട്ടുള്ളതേ ഞാൻ കണ്ടിട്ടുള്ളൂ. അങ്ങനെ വലിയ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന നന്മയുടെ ഒരു ആൾരൂപമായി അല്ലെങ്കിൽ നന്മയുടെ ഒരു പ്രതിരൂപമായി അരുവിത്തുറ ലയൺസ് ക്ലബ് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ സെൻറ് തോമസ് കോളേജിൽ ഇന്നോവേഷൻ അവിടെ ഇന്ന് ഡയാലിസിസ് കിറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ലയൺസ് ക്ലബ്ബ്. അത് കഴിഞ്ഞപ്പോൾ കോളേജിനും സ്കൂളിനും ഒക്കെ അവധിയായതുകൊണ്ട് മാറ്റിവെച്ചതാണ്. ഏതായാലും കരയുന്നവരുടെ കണ്ണുനീരൊക്കുകയും അർഹിക്കുന്നവനെ സഹായിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ മനുഷ്യസ്നേഹം എന്നുള്ളത്. ആ മനുഷ്യസ്നേഹം ശരിയായ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്ന നമ്മുടെ സന്തോഷ് സാറിനും അതിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം ഇങ്ങനെ ഇത്രയും ഏതാണ്ട് 468ഓളം പേര് ഒരു കുഴപ്പമില്ലാതെ അവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും അവർക്ക് വേണ്ട എല്ലാ ആനന്ദവും കൊടുത്ത് അവരെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു അത്ഭുത പ്രവർത്തകന് മാത്രമേ, അല്ലെങ്കിൽ ദൈവം പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾക്ക് മാത്രമേ അത് സാധിക്കൂ എന്ന് നമുക്കറിയാം. അത് വളരെ നല്ല രീതിയിൽ 100% ആത്മാർത്ഥമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സന്തോഷ് സാറിനെ ലയൺസ് ക്രിയേറ്റീവ് ബിയുടെ പേരിലും അരുവിത്തുറ ലയൺസ് ക്ലബിന്റെ പേരിലും ഒന്നേറ്റവും എല്ലാവരും മുകളിലേക്ക് നോക്കി. എല്ലാം കാണുന്നുണ്ടോ? ഇനി താഴോട്ട് നോക്കി, നേരെ നോക്കി. ഇടത് സൈഡിൽ ആരാ നിൽക്കുന്നത് നോക്കി. ഇടത് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ആരാ നിൽക്കുന്നത് നോക്കി. കണ്ട? ഇനി വലത് സൈഡിലേക്ക് ഒന്ന് നോക്കി. വലത് സൈഡിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലേ. എന്നിട്ടും ഒന്നും കാണുന്നില്ലെങ്കിൽ തലയൊന്ന് കറക്കി നോക്കി. പറ്റാത്തവർ ഇരുന്നോ കേട്ടോ. പറ്റാത്തവർ ചെയ്യണ്ട, പറ്റുന്നവർ ചെയ്താൽ മതി. പിന്നെ എതിർവശത്തേക്ക് ഒന്ന് തിരുത്തിക്കേ തല. പ്രതിപക്ഷ നേതാവ് VD സതീഷിനെതിരെ രൂക്ഷ വിമർശനവും അധിക്ഷേപവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. VD സതീശൻ ഈഴവ വിരോധിയാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ചുക്കും ചുണ്ണാമ്പും അറിയാത്ത നേതാവാണെന്നും അദ്ദേഹം പരിഹസിച്ചു. മുസ്ലിം വിഭാഗത്തിന് കൂടുതൽ പരിഗണന ലഭിക്കുന്നുവെന്ന ആരോപണം വെള്ളാപ്പള്ളി വീണ്ടും ആവർത്തിക്കുകയും ചെയ്തു. മലപ്പുറത്ത് വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ വിവേചനം നേരിടുകയാണ്. സ്ഥാപനങ്ങൾ കൂടുതലുള്ളത് മുസ്ലിം സമുദായത്തിനാണെന്നും ഈഴവ സമുദായത്തിന് എന്തെങ്കിലും കിട്ടട്ടെ എന്ന് കരുതി പറഞ്ഞപ്പോൾ കൊടുവാളുകൊണ്ട് ചിലർ ഇറങ്ങുകയാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. SNDP ശാഖ നേതൃസംഗമം മൂവാറ്റുപുഴ പണ്ടപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൂവാറ്റുപുഴ, കോതമംഗലം, കുത്താട്ടുകുളം യൂണിയനുകളിൽ നിന്നുള്ള 82 ശാഖകളിൽ അംഗങ്ങൾ പങ്കെടുത്തു. സംഘടനാ കാര്യങ്ങളുടെ വിശദീകരണം തുഷാർ വെള്ളാപ്പള്ളി നിർവഹിച്ചു. മൂവാറ്റുപുഴ യൂണിയൻ പ്രസിഡന്റ് VK നാരായണൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് AK അനിൽകുമാർ, PG ഗോപിനാഥ്, CP സത്യൻ, PS സോമൻ, ഷിനിൽ കുമാർ, MP ദിവാകരൻ എന്നിവർ പങ്കെടുത്തു.
ഇങ്ങനെ കേരളം കണ്ടതിൽ വെച്ചിട്ട് ഒരു പരമ പന്നനെ ഞാൻ കണ്ടിട്ടില്ല. പന്നനെന്ന് തന്നെ ഞാൻ പറയുന്നു. ഒരു പ്രതിപക്ഷ നേതാവെന്ന നിലയിലുള്ള ഒരു മാന്യതയും മര്യാദയും കൊടുത്ത് സംസാരിക്കുന്ന രീതിയിലുണ്ട്. ഇവിടെ പിണറായിയൊക്കെ കായികമുണ്ട്, അവരുടെ തന്തയുടെ പ്രായമുണ്ട്, കായികമുണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞ കേട്ടാൽ അയാൾ കണ്ട് ക്ലിൻ്റൺ ആണെന്ന് തോന്നുന്നു. ഈ സൈസ് തറ എനിക്ക് വയസ്സ് 88 ഉണ്ട്. പിന്നെ 89ാമത്തിലേക്ക് പ്രവേശിക്കാൻ ഒരു മാസം കൂടിയുള്ളൂ. ഞാൻ ഒരുപാട് രാഷ്ട്രീയക്കാർ കണ്ടിട്ടുണ്ട്. ഇത്തരം തറ പറയുന്നൊരു വീഡിയോ ഞാൻ ജനിച്ചു കണ്ടിട്ടില്ല. ഏത് മാത്രമല്ല ഒരു ഈഴവ വിരോധിയും കൂടെയാണ്. ഈഴവനെന്ന് പറഞ്ഞാൽ കടിച്ചു കൊല്ലാൻ നടക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, KPCC പ്രസിഡന്റ് ആരായിരുന്നു? സുധാകരൻ, ഒരു ഈഴവനായിരുന്നു. ആ KPCC പ്രസിഡൻ്റായിട്ടിരിക്കുമ്പോൾ ആ KPCC പ്രസിഡന്റ് എപ്പോഴും കയറി അഭിപ്രായം പറഞ്ഞാൽ പിറ്റേ ആ സെക്കൻഡ് അതിനെതിരായിട്ട് വർത്തമാനം പറഞ്ഞിരിക്കും. പറഞ്ഞ് ആ മനുഷ്യനെ ഒതുക്കിയില്ലേ. സുധാകരൻ KPCC പ്രസിഡൻ്റായിരുന്നു. അനവസരത്തിൽ അദ്ദേഹത്തെ താഴെ ഇറക്കിയിരുത്തി. പിണറായിയെ ചീത്ത പറയുക, VD സതീശൻ നമ്മുടെ KPCC പ്രസിഡന്റ് അദ്ദേഹത്തെ ചീത്ത പറയാ, എന്നെ ചീത്ത പറയാം, എന്നെ കണ്ണു കെട്ടി കണ്ടുപോകാം. ഞാൻ എന്നാ ചെയ്തിട്ടാണ്? എനിക്ക് ശ്രീനാരായണ ധർമ്മം അറിയാൻ പറ്റാതെ ഇയാൾക്ക് എന്നാ ധർമ്മം അറിയാം? ഇയാൾക്കൊരു ചുക്കും ചുണ്ണാമ്പും അറിയാൻ പാടില്ല. ഇയാൾക്ക് എന്നാ അവർ പറയുമ്പോൾ ഒത്തു പറഞ്ഞ് എങ്ങനെ സ്ഥാനം അടിച്ചെടുക്കണം, മുസ്ലിം ലീഗിന് ഒത്തു പറയണം, എന്നിട്ട് അടുത്ത സ്ഥാനം ഉറപ്പിക്കണം. മുഖ്യമന്ത്രിയാകാൻ നടക്കുകയാണ്, വലിയ കാലത്തിൽ വെള്ളമൊഴിച്ചിട്ട് നടക്കുകയാണ്. വെള്ളമൊഴിച്ചിരിക്കണമല്ലാതെ ആ വെള്ളം വാങ്ങി താഴെ വെച്ചാണ് നല്ലത്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.